സഞ്ജു പടയുടെ ഇത്തവണത്തെ പ്രകടനം എങ്ങനെയാവും? കഴിഞ്ഞ തവണ കിടിലൻ തുടക്കമിട്ടതാണ്. പക്ഷേ പിന്നീടുണ്ടായ തുടരൻ തോൽവികൾ അവരെ പിന്നോട്ടേക്ക് വലിച്ചു. ഇത്തവണ മാറ്റങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. കുറെ കാലമായിട്ട് അവരുടെ എല്ലാമായിരുന്ന ജോസ് ബട്ട്ലർ ഇത്തവണ ടീമിലില്ല. ഒരു ബിഗ് ഹോൾ തന്നെയുണ്ട് അവിടെ. അതുപോലെ രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ ഹെഡ് കോച്ചായിട്ട് വന്നിട്ടുണ്ട്. മാറ്റങ്ങളുമായിട്ടാണ് ടീം വരുന്നത്. ബൗളിങ്ങിലൊക്കെ വലിയ മാറ്റമാണ്. യശ്വന്ത്ര ചാഹലിനെയും അതുപോലെ തന്നെ രവി അശ്വിനെയും ഒക്കെ അവർ ഒഴിവാക്കി. ട്രെൻറ്റ് ബോൾട്ടിനെ ഒഴിവാക്കി. ഇതവണത്തെ അവരുടെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടോപ്പ് 5 ഇന്ത്യൻ ബാറ്റർമാരെയാണ് അവർ വിശ്വാസം അർപ്പിക്കുന്നത്. ഒരേ ഒരു ഓവർസീസ് ബാറ്ററേ ഉള്ളൂ നോക്കുക. അത് ഷിംറോൺ ഹെറ്റ്മെയർ ആണ്. അദ്ദേഹത്തെ നമ്പർ 5 നമ്പർ 6 ഒക്കെ ഉപയോഗപ്പെടുത്താം. അതൊഴികെ അവരുടെ ബാറ്റിംഗ് മുഴുവനും ഇന്ത്യൻ ബാറ്റർമാരെ ആശ്രയിച്ചാണ്. യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്പർ 3 നിതീഷ് റാണയെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്പർ 4 റിയാൻ പരാഗായിരിക്കും. എന്തൊരു സീസണായിരുന്നു പയ്യന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 5 ധ്രുവ് ജുറൽ, നമ്പർ 6 ഷിംറോൺ ഹെറ്റ്മെയർ. ഇത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കളിയുടെ സാഹചര്യം അനുസരിച്ച്. നമ്പർ 5 ഹെറ്റ്മെയറേയും നമ്പർ 6 ജുറലിനെയും ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് വാനിന്ദു ഹസരംഗ നമ്പർ 7. അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ കഴിയും. ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മികച്ച സ്പിന്നറാണ്. പോരാഞ്ഞിട്ട് ബാറ്റ് കൊണ്ടും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഞ്ചുറി പ്രോണാണ്. അതാണ് ഒരു പ്രശ്നം. അത് ഇഞ്ചുറി ഇല്ലെങ്കിൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പ്രധാനപ്പെട്ട പ്രകടനം നടത്താൻ പോകുന്നയാളാണ്. നമ്പർ 8 ആരെ കളിപ്പിക്കും? ശുഭൻ ദ്യൂബെ ഓർ ആകാശ് മധുവാൾ. നമ്പർ 9 ജോഫ്രെ ആർച്ചർ. ആർച്ചറിൽ അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ട്രെൻറ്റ് ബോൾട്ടിനൊക്കെ കൈവിട്ടിട്ട് ആർച്ചറിൽ അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ആർച്ചർ ഇതുപോലെ ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങളുള്ള ആളാണ്. രാജസ്ഥാന് വേണ്ടി മുമ്പ് മികച്ച പ്രകടനം നടത്തി പരിക്കേറ്റിട്ട് പിന്നെ ആകെ കരിയർ വലഞ്ഞൊരു താരമാണ്. അപ്പോൾ പരിക്ക് മാറി തിരികെ വന്നിട്ട് പക്ഷേ ഇംഗ്ലീഷ് ടീമിന് വേണ്ടി അദ്ദേഹം ബൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ. വളരെ എക്സ്പെൻസീവ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ ഫോം എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്കയാണ്. പക്ഷേ ഇത്തവണ രാജസ്ഥാൻ്റെ കീ പ്ലെയറാണ് രാജസ്ഥാൻ റോയൽസ് ജോഫ്രെ ആർച്ചർ. ദെൻ മഹീഷ് ദീക്ഷാന ഓർ ഫസലക് ഫറൂഖി ആയിരിക്കും നമ്പർ 10 ഉണ്ടാവുക. അത് ആ മത്സരത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സ്പിന്നർ വേണോ പേസ് ബോളർ വേണോ. നമ്പർ 11 സന്ദീപ് ശർമ്മയും നമ്പർ 12 ഒരു പക്ഷേ ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ ആയിട്ട് നമ്മൾ തുഷാർ ദേശ്പാണ്ഡെയൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അത് കളിയുടെ സാഹചര്യം അനുസരിച്ച്. ഏതായാലും ഇത്തവണ ഇന്ത്യൻ ബാറ്റർമാരിൽ വിശ്വാസം അർപ്പിച്ചാണ് രാജസ്ഥാൻ റോയൽസ് വരുന്നത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. സഞ്ജുവിൻ്റെ ടീം കിരീടത്തിൽ മുത്തമിടുന്നത് കാണാൻ ഓരോ മലയാളിയും കാത്തിരിപ്പാണ്.